ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്റർ 6, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, ദറ്റ് ഇസ് മനുഷ്യ ആരോഗ്യവും രോഗവും. ഹെൽത്ത് ഇസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. അപ്പോൾ ഹെൽത്ത്, ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റസ് ആണ്. എന്തിൻ്റെ സ്റ്റാറ്റസ്? ദറ്റ് ഈസ് ഫിസിക്കൽ, ബോഡിയിൽ, മെൻ്റൽ, നമ്മുടെ മനസ്സിൽ, ആൻഡ് സോഷ്യൽ, നമ്മളിരിക്കുന്ന ചുറ്റുപാട്, നമ്മുടെ സറൗണ്ടിങ്സ്. ഈ മൂന്ന് ഫാക്ടേഴ്സിൻ്റെയും ഈ മൂന്ന് ഫാക്ടേഴ്സിൻ്റെ വെൽബീങ് ആണ് ഹെൽത്ത്. ഹെൽത്ത് ഇസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. നൗ ഏർലി കൺസെപ്റ്റ് അബൌട്ട് ഹെൽത്ത്. ഇപ്പോൾ ഹെൽത്തിനെ കുറിച്ച് പണ്ടുള്ളവരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഏർലി ഗ്രീക്സ് ലൈക്ക് ഹിപ്പോക്രാറ്റസ്, ദ ഫാദർ ഓഫ് മെഡിസിൻ, ആസ് വെൽ എസ് ഇന്ത്യൻ ആയുർവേദ സിസ്റ്റം, എംഫസൈസ്ഡ് ഗുഡ് ഹ്യൂമർ, ഹൈപ്പത്തസിസ് ഓഫ് ഹെൽത്ത്. അതായത് ആയുർവേദ പ്രകാരം വാത, പിത്ത, കഫ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതേമാതിരി ഹിപ്പോക്രാറ്റസ്, നമ്മുടെ ഫാദർ ഓഫ് മെഡിസിൻ, ഇവർ പറഞ്ഞതും രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. അതായത് ഗുഡ് ഹ്യൂമർ എന്ന് വെച്ചാൽ ഗുഡ് ഹെൽത്ത് ആൻഡ് ബാഡ് ഹ്യൂമർ എന്ന് വെച്ചാൽ ബാഡ് ഹെൽത്ത്. It states that the health is a state of body and mind where there was a balance of certain humors, that is body fluids, that is blood, phlegm, black bile and yellow bile. ഇപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബോഡി ആൻഡ് മൈൻഡിൻ്റെ വെൽബീങ് ആണ്. ഈ സ്റ്റേറ്റ് ഓഫ് ബാലൻസ് ആണ്, ബാലൻസ് ഓഫ് സർട്ടൻ ഹ്യൂമേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഹ്യൂമർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്ലൂയിഡ്സ് ആണ്, ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ആണ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ദേ ആർ ബ്ലഡ്, ഫ്ലെം എന്ന് വെച്ചാൽ കഫം, ദെൻ ബ്ലാക്ക് ബൈൽ ആൻഡ് യെല്ലോ ബൈൽ ഉദ്ദേശിക്കുന്നത് സെക്രീഷൻസ് ആണ്. സോ ഇതിൻ്റെയൊക്കെ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം ഇഫ് എ പേഴ്സൺ ഈസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഹെൽത്തിനെസ്. അത് ബോഡിയിലും മൈൻഡിലും ആ ഹെൽത്തി സ്റ്റേറ്റ് ഉണ്ടാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. At that time, it was thought that a person with black bile belonged to a hot personality, would have fevers. This is the previous concept about health. അപ്പോൾ പണ്ട് ബ്ലാക്ക് ബൈൽ, യെല്ലോ ബൈൽ അതാണ് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ബൈൽ എന്ന് ഉദ്ദേശിച്ചത് ഹോട്ട് പേഴ്സണാലിറ്റി എന്നാണ്. അതായത് നല്ല ചൂടുള്ള ശരീരം, രാപ്പനി എന്നൊക്കെ നമ്മൾ ഇപ്പോഴും പറയും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു ബിലീഫാണ്. അപ്പോൾ ഇതായിരുന്നു പണ്ട് ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു മിസ്കൺസെപ്ഷൻ. ഇനി the discovery of blood circulation by William Harvey and the demonstration of normal body temperature disproved the good humor hypothesis. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ +1 പഠിച്ച കാര്യമാണ്, വില്യം ഹാർവേ. അപ്പോൾ വില്യം ഹാർവേ ഈ ബ്ലഡ് സർക്കുലേഷൻ എന്ന ഒരു പ്രോസസ്സ് കണ്ടുപിടിച്ചത് കാരണം, പിന്നെ ഡെമോൺസ്ട്രേഷൻ ഓഫ് നോർമൽ ബോഡി ടെമ്പറേച്ചർ, അതായത് ഹൈപ്പോതലാമസ് ആയിട്ട് ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ, പിന്നെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം, ന്യൂറൽ സിസ്റ്റം, ഇവർ തമ്മിലുള്ള ബാലൻസ്, അങ്ങനെ ഹോൾ ബോഡി ഫിസിയോളജിയും അനാട്ടമിയൊക്കെ പഠിച്ച കാരണം ഈ ഗുഡ് ഹ്യൂമർ എന്ന ഹൈപ്പോത്തസിസ് അബൌട്ട് ഹെൽത്ത് അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു. ലേറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് മൈൻഡ് ഇൻഫ്ലുവൻസസ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം. ഇത് നമ്മുടെ ഡോക്ടേഴ്സ് എപ്പോഴും പറയുന്നത് അല്ലേ, മനസ്സിന് നല്ല ബലം വേണം, മനസ്സിന് നല്ല ശക്തി കൊടുക്കണം, നല്ല ധൈര്യം ഉണ്ടാവണം. ഇപ്പം നമ്മുടെ മനസ്സിൻ്റെ ബലം പോലെ ഇരിക്കണം നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യുന്നത്. ഇതെല്ലാ ഡോക്ടേഴ്സും പറയുന്നതാണ്. നമുക്ക് സൈക്കോളജിക്കലായിട്ടുള്ളൊരു നല്ലൊരു സപ്പോർട്ട്, നമ്മുടെ സൈക്കോളജിക്കലായിട്ട് നമുക്ക് നല്ലൊരു ബോൾഡ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി ആ ഒരു ഡിസീസിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ മനസ്സ് തളർന്നാൽ ഓട്ടോമാറ്റിക്കലി ബോഡി അതിനനുസരിച്ച് തളർന്നു പോവും, അസുഖം പെട്ടെന്ന് പിടിപെടും. അപ്പം നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം, ബോൾഡ് ആയിരിക്കണം. ഇത് പൊതുവേ ക്യാൻസർ പേഷ്യൻസിനോടും അല്ലെങ്കിൽ ഏതെങ്കിലും മാരകമായിട്ടുള്ളൊരു അസുഖം വന്നാൽ ഈ ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മനസ്സിൻ്റെ ശക്തി അത് വളരെ വലിയൊരു ശക്തി തന്നെയാണ്. അപ്പോൾ ഈ മെൻ്റൽ സ്റ്റേറ്റ് ഇതടക്കം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യണമെന്നാണ് പറയണത്. ഇമ്മ്യൂൺ സിസ്റ്റം ത്രൂ 2 systems, that is ന്യൂറൽ സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം. അതായത് നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വഴിയും പിന്നെ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് വഴി. സോ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് അവർ ഹെൽത്ത് ത്രൂ ന്യൂറൽ സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം. സോ മൈൻഡ് ആൻഡ് മെൻ്റൽ സ്റ്റേറ്റ് ക്യാൻ എഫക്റ്റ് അവർ ഹെൽത്ത്. ഇപ്പം നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥ, മാനസികാവസ്ഥ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഗൈഡിങ് അവർ ഹെൽത്ത്. ഹ്യൂമൻ ഹെൽത്ത് ഈസ് എഫക്റ്റഡ് ബൈ ദ ഫോളോയിങ്. അപ്പോൾ ഏതൊക്കെ 3 ഫാക്ടേഴ്സ് നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ജനറ്റിക് ഡിസോർഡേഴ്സ്, ജനിതക വൈകല്യങ്ങൾ.
These are deficiencies or defects with which a child is born and the child inherits from parents through birth. ഈ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ DNA കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ ഈ DNA ജീൻസിലും അപ്പോൾ എന്തെങ്കിലും തകരാറ് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കുഞ്ഞ് ഈ ഒരു ഡിസോർഡേഴ്സോടുകൂടി ജനിച്ചാൽ ആ കുഞ്ഞിന് അഥവാ സർവൈവ് ചെയ്യായിരിക്കും, ബട്ട് ആ കുഞ്ഞിന് ഇനി അഥവാ ഒരു പ്രോജനി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ പ്രോജനിക്ക് അങ്ങനെ ഫർദർ അടുത്ത ജനറേഷൻസിലേക്ക് അത് പകർന്നു പോകും. അപ്പോൾ ഈ ജനറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ദ ഡിഫക്ട്സ് സീൻ ഇൻ ദ DNA or the deficiencies in any protein functions, whatever. So, if these deficiencies are inherited by a child, the child is inheriting these deficiencies from his parent. And if the child survives, these genetic disorders are transmitted to the next generation, to his next progeny. അപ്പോൾ ഇതാണ് ജനറ്റിക് ഡിസോർഡേഴ്സിൻ്റെ പ്രശ്നം. ഫോർ എക്സാമ്പിൾ നമ്മൾ ന്യൂക്ലിയർ ബോംബ്, ഹൈഡ്രജൻ ബോംബ്, ദാറ്റ് ഈസ് ഹിരോഷിമ നാഗാസാക്കി, അവിടുത്തെ ഒരു ഇൻസിഡൻറ്റ് പഠിച്ചാൽ തന്നെ അറിയാം, അവിടെ ഇപ്പോഴും ഈ ജനറ്റിക് ഡിസോർഡേഴ്സോട് കൂടിയിട്ടാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. അത് ആ ബോംബിൻ്റെ എക്സ്പ്ലോഷൻസ് കാരണം ഉണ്ടായ റേഡിയേഷൻസ് അതിപ്പോഴും അവിടെ ആ ഒരു ജനറേഷൻ അവർ ഇൻഹെറിറ്റിൻ്റെ അടുത്ത ജനറേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ദ സെക്കൻഡ് വൺ ഈസ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ എന്ന് പറയാൻ നമുക്കറിയാം, ഇപ്പം തന്നെ ഇപ്പോൾ ഒരു കോൾഡ്, ഒരു ഫീവർ, ഒരു സ്റ്റൊമക്ക് ഏക്ക്, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ സ്കിന്നിൽ വരുന്ന വൂണ്ട്, വാട്ടെവർ. അപ്പോൾ ഇതെല്ലാം ഇൻഫെക്ഷൻസ് ആണ് ബൈ സം ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്സ് ലൈക്ക് ബാക്ടീരിയ ഓർ വൈറസ് ഓർ ഫംഗസ് ഓർ സം വേംസ്. ദെൻ കംസ് ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നല്ല ആക്റ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ട്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ മെയിനായിട്ട് പറയുന്നത് ഡയബറ്റീസ്, BP. അപ്പോൾ എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ നമുക്ക് നോക്കാം. It includes food and water we take, rest and exercise we give to our bodies, habits that we have or lack, etc. in our life. അപ്പോൾ നമ്മൾ നിത്യേന അല്ലെങ്കിൽ ഡെയിലി ലൈഫിന് നമ്മൾ ചെയ്യുന്ന റൊട്ടീൻ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഹെൽത്ത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ, ആഹാരം മിതമായിട്ടാണോ, നല്ല ന്യൂട്രിയൻസ് ഉള്ള ഡയറ്റാണോ, വെള്ളം ആവശ്യത്തിനുണ്ടോ, നല്ലപോലെ ഉറങ്ങുന്നുണ്ടോ, റെസ്റ്റ് ഉണ്ടോ. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം കറക്റ്റായിട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും വി ആർ ഹെൽത്തി, അതർവൈസ് ഇറ്റ് എഫക്ട്സ് അവർ ഹെൽത്ത്. സോ വാട്ട് ഈസ് ഹെൽത്ത്? ആരോഗ്യം എന്നാൽ എന്ത്? ഇപ്പോൾ WHO യുഎനിലൊരു ഓർഗനൈസേഷനാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, വിച്ച് സ്റ്റാർട്ടഡ് ഇൻ 1948. സോ വാട്ട് ഈസ് ഹെൽത്ത്? നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഡെഫിനിഷൻ തന്നെയാണ്. എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽ ബീയിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഫിസിക്കൽ ഫിറ്റ്നസ്. ഇപ്പോൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾ ചിലപ്പോൾ ബ്രെയിനിൽ വല്ല പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിപ്രഷനിലാണെങ്കിലോ ഹീ ഈസ് നോട്ട് ഹെൽത്തി. ബോഡി കാണുമ്പോൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും, ബട്ട് ഹീ ഈസ് മെൻ്റലി അൺസ്റ്റേബിൾ. അപ്പോൾ അതിന് അസുഖം ഇല്ല എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ഹെൽത്തി ആയിരിക്കണം എന്നില്ല. സോ ഹി മസ്റ്റ് ബി ഫിസിക്കലി, മെൻ്റലി ആൻഡ് സോഷ്യലി ഫിറ്റ്. അതാണ് ഹെൽത്തി ആയിട്ട് ഒരു പേഴ്സണെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ WHO ഇതിൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. Now, what are the advantages of good health? നല്ല ആരോഗ്യത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? Good health increases the longevity, live longer of people. ഇപ്പോൾ ഗുഡ് ഹെൽത്ത് മീൻസ് ഫസ്റ്റ് തന്നെ നമുക്കറിയാം എന്താ, ആയുസ് കൂടി കിട്ടും. ഫോർ എക്സാമ്പിൾ ജാപ്പാനിലും കസാഖിസ്ഥാൻ, അപ്പോൾ അവിടത്തേക്ക് ജനങ്ങൾ, ഇപ്പോൾ നല്ല ഫേസ്ബുക്കിലൊക്കെ കണ്ടത്, അവിടത്തേക്ക് ജനങ്ങളുടെ ആയുസിൻ്റെ അതിൻ്റെ സോഴ്സസ് പറഞ്ഞാൽ നല്ല ഹെൽത്തി ഡയറ്റാണ്. പെസ്റ്റിസൈഡ്സോ ഇൻസെക്ടിസൈഡ്സോ ഒന്നും ഉപയോഗിക്കാതെ ഫ്രഷായിട്ട് ആ ഹാബിറ്റാറ്റിനനുസരിച്ച് ഉണ്ടാകുന്ന പച്ചക്കറികളും പഴങ്ങളൊക്കെയാണ് അവർ ഭക്ഷിക്കുന്നത്. ആർട്ടിഫിഷ്യലായിട്ടുള്ള യാതൊരു ഫുഡും അവർ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആയുസ് കൂട്ടാനുള്ള കാരണം. ദേ ലിവ് ലോങ്ങർ. ഇറ്റ് റെഡ്യൂസസ് ഇൻഫൻറ്റ് ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഹെൽത്ത്, ഈ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെൽത്ത് ക്ലിനിക്സ് ഉണ്ട്, അല്ലെ ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ കുറേ സ്കീംസ് ഉണ്ട്. അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള മദേഴ്സിനും ഡെലിവറി കഴിഞ്ഞ മദേഴ്സിനും ആ ഇൻഫൻസിനും ടു 5 years വരെയുള്ള കിഡ്സ്, 18 വയസ്സായിട്ടുള്ള പെൺകുട്ടികൾക്ക്, അങ്ങനെ ഓരോ കാറ്റഗറീസിന് ആഹാര സാധനങ്ങളും പൈസയുമായിട്ട് ട്രീറ്റ്മെൻറ്റുമായിട്ട് ഗവൺമെൻറ് കുറേ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, കുറേ സ്കീംസ് ഉണ്ട്.
അപ്പോൾ ഇതൊക്കെ ഈ ഗുഡ് ഹെൽത്തിന് അഡ്വാൻറ്റേജസ് ആണ്. തീർച്ചയായിട്ടും മോർട്ടാലിറ്റി റേറ്റ്, ദാറ്റ് ഈസ് ഡെത്ത് റേറ്റ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, പിന്നെ ഫുഡ്, ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ്. അപ്പോൾ ടെക്നോളജി കൂടുന്നതിനനുസരിച്ചും ഫെസിലിറ്റീസ് കൂടുന്നതിനനുസരിച്ചും ലോഞ്ചിവിറ്റി കൂടിയിട്ടുണ്ട്. ഹെൽത്തി പീപ്പിൾ ആർ മോർ എഫിഷ്യൻറ്റ് ടു വർക്ക് ആസ് കമ്പയർഡ് ടു അതേഴ്സ്. തീർച്ചയായിട്ടും ആരോഗ്യമുള്ള ആൾക്ക് നല്ലോണം ജോലി എടുക്കാൻ സാധിക്കുമല്ലോ, അല്ലാത്തവൻ വേഗം ക്ഷീണിച്ച് ഒരു ഭാഗത്തിരിക്കും. ദിസ് ഇൻക്രീസസ് ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് എക്കണോമിക് പ്രോസ്പെറിറ്റി. ഇപ്പോൾ തീർച്ചയായിട്ടും നല്ലപോലെ ജോലി എടുക്കുന്നതിന്, കൂടുതൽ സമയം ജോലി എടുക്കുന്നവന് കൂടുതൽ സമ്പാദിക്കാം. തീർച്ചയായിട്ടും അവൻ ആ കുടുംബത്തിലേക്ക് ഒരു അസറ്റാണ്. അല്ലാത്തവൻ തീർച്ചയായിട്ടും കുടുംബത്തിലേക്ക് അസറ്റും അല്ല. മാത്രമല്ല, ഇപ്പോൾ എപ്പോഴും അസുഖം പിടിക്കുന്ന ഒരാൾക്ക് കുടുംബത്തിന് തീർച്ചയായിട്ടും അതൊരു പ്രാരാബ്ധം തന്നെയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടിരുന്നാൽ കുടുംബത്തിലേക്കും നല്ലത്, സൊസൈറ്റിയിലേക്കും നല്ലത്. അപ്പോൾ ഫാക്ടേഴ്സ് നീഡഡ് ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. അപ്പോൾ നല്ല ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള ഘടകങ്ങൾ നമുക്കിത് ലോജിക്കലായിട്ട് തന്നെ പറയാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ബാലൻസ്ഡ് ഡയറ്റ്. എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഫുഡ്. ദാറ്റ് ഈസ് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, വിറ്റമിൻസ്, മിനറൽസ്. ഇതെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഡയറ്റ്, ഫുഡ്. സെക്കൻഡ് വൺ, പേഴ്സണൽ ഹൈജീൻ. That is taking bath daily, brushing your teeth, cleaning up your hair, cleaning up your body. ഇതാണ് പേഴ്സണൽ ഹൈജീൻ. ദെൻ റെഗുലർ എക്സസൈസ്. യെസ്, സോ ഡെയിലി മോർണിംഗ് 5 to 6 എക്സസൈസ് ചെയ്യുന്നുണ്ടോ? ദെൻ യോഗ പ്രാക്ടീസ്, യോഗ പരിശീലനം, വിച്ച് കീപ്സ് ദ ബോഡി ആൻഡ് മൈൻഡ് ഫിറ്റ്. തീർച്ചയായിട്ടും യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് മൈൻഡിന്, ബോഡിയും മൈൻഡും ഈക്വലി ഫിറ്റാക്കും. Awareness about diseases and their effects on different body functions. അപ്പോൾ അവെയർനെസ്, അതായത് ഒരുപാട് ജേർണൽസും മാഗസീൻസും എന്ത് സോഴ്സസ് കിട്ടുകയാണെങ്കിലും വായിച്ച് അല്ലെങ്കിൽ കേട്ട് കണ്ട് അറിവ് നേടുക. സോ നമ്മുടെ ശരീരത്തിനെ കുറിച്ചുള്ള അറിവ്, നമ്മുടെ ശരീരഭാഗങ്ങളെക്കുറിച്ചുള്ള അറിവ്, ദെൻ ഈ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസസിനെ കുറിച്ചുള്ള അറിവ്, ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള അറിവ്, ഏതൊക്കെ ഹോസ്പിറ്റൽസിൽ പോയാൽ ട്രീറ്റ്മെൻറ്റ് കിട്ടും അതിനെക്കുറിച്ചുള്ള, ഇപ്പോൾ എല്ലാത്തിനെയും കുറിച്ചുള്ള അറിവ്, ദറ്റ് ഈസ് അവെയർനെസ്. ദെൻ വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ എഗെയിൻസ്റ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഫോർ എക്സാമ്പിൾ സ്മോൾ പോക്സ് മുതൽ പോളിയോ, ചിക്കൻ പോക്സ്, ട്യൂബർക്കുലോസിസ്, കൊറോണ, എല്ലാത്തിനും ഇപ്പോൾ വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ എല്ലാ പ്രോഗ്രാംസും ഗവൺമെൻറ് ചെയ്തു തരുന്നുണ്ട്. ദെൻ കൺട്രോൾ ഓഫ് വെക്ടേഴ്സ്, ദറ്റ് ഈസ് മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ്, കോക്രോച്ചസ്, സ്നെയിൽസ്, ഇതെല്ലാം ഡിസീസ് കാരിയേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൺട്രോൾ. ദെൻ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, ദറ്റ് ഈസ് കച്ചറ റോഡ് സൈഡിലും എന്താ പറയുക, പുഴകളുടെ സൈഡിൽ, നദികളുടെയൊക്കെ സൈഡിൽ, പാലത്തിൻ്റെയൊക്കെ സൈഡിൽ, കുടിവെള്ളത്തിൻ്റെയൊക്കെ സൈഡിൽ. അപ്പോൾ ഈ കച്ചറ ഡിസ്പോസൽ അത് അവനവൻ്റെ വീട്ടിൽ തന്നെ ഡിസ്പോസ് ചെയ്ത് വൃത്തിയായിട്ട് വയ്ക്കുക. അപ്പോൾ അതാണ് മെയിൻ. ഈ പ്രോപ്പർ ഡിസ്പോസൽ ഉണ്ടെങ്കിൽ തന്നെ 50% അസുഖങ്ങൾ നമുക്ക് സ്പ്രെഡ് കുറയ്ക്കാം. ദെൻ കൺസംഷൻ ഓഫ് ഹൈജീനിക് ഫുഡ്, ദറ്റ് ഈസ് ക്ലീൻ ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് റിസോഴ്സസ്. അതായത് വൃത്തിയായിട്ടുള്ള ഭക്ഷണം, ഈച്ചയൊന്നും ഇരിക്കാത്ത ഭക്ഷണം, വെൽ കുക്ക്ഡ് ആയിട്ടുള്ളത്, വെൽ ബോയിൽഡ് ആയിട്ടുള്ള വാട്ടർ. അപ്പോൾ ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ 99% വേണമെങ്കിൽ 1% വേണമെങ്കിൽ വിട്ടുകൊടുക്കാം, 99% നമുക്ക് ഫിറ്റായിട്ടിരിക്കാം. ദെൻ വാട്ട് ഈസ് ഡിസീസ്? ദ കണ്ടീഷൻ വെൻ ദ ഫങ്ഷനിങ് of one or more organs or systems of the body are adversely affected and characterized by various symptoms is called a disease. അപ്പോൾ ഒരു ഡിസീസ് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡിയിൽ കുറേ സിസ്റ്റംസ് ഉണ്ട്. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? എ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് വർക്കിംഗ് ആക്റ്റീവ്ലി, അല്ലേ? അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ ഒരു ഓർഗാനോ 2 ഓർഗൻസോ വേണമെങ്കിൽ മോർ ദാൻ 2 ഓർഗൻസോ കണ്ടീഷനിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ തീർച്ചയായിട്ടും ആ സിസ്റ്റത്തിനെ അത് എഫക്റ്റ് ചെയ്യും. ആ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റുള്ള സിസ്റ്റംസ് എഫക്റ്റഡ് ആവും. അങ്ങനെ ഹോൾ ബോഡി ഈസ് ഗെറ്റിംഗ് ഇൽ.
അപ്പോൾ ഈ ബോഡിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിക്കൊരു കഴിവുണ്ട്, പുറത്ത് അത് കാണിക്കും, ഏതെങ്കിലും രീതിയിൽ അത് കാണിക്കും. ബട്ട് നമ്മൾ പലപ്പോഴും അതിനെ മൈൻഡ് ചെയ്യാറില്ല. അത് മൂർധന്യാവസ്ഥയിൽ, അതായത് നമുക്ക് ആ സിംറ്റം ഇനിയും താങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ വരുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുക. അപ്പോഴേക്കും എന്തായി, അത് അടുത്ത സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ബോഡി ഏത് രീതിയിലും പെയിൻ ആവാം, അല്ലെങ്കിൽ പുറത്ത് പോലെ ടെമ്പറേച്ചർ ആവാം, ഏക്കാവാം, ഇൽനെസ് ആവാം, നോസിയ, വാട്ടെവർ. അപ്പോൾ പല തരത്തിലുള്ള സിംറ്റംസ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യണം. ആൻഡ് വി ഹാവ് ടു കൺസൾട്ട് എ ഡോക്ടർ. അപ്പം ഇങ്ങനെ വേരിയസ് സിംറ്റംസ് കാണിക്കുന്ന ഒരു സ്റ്റേജ്, ആ ഒരു കണ്ടീഷൻ, അതിനെ പറയുന്നതാണ് ഡിസീസ്. വെൻ അവർ ബോഡി സിസ്റ്റംസ് ആർ അഡ്വേഴ്സ്ലി ഇഫക്റ്റഡ് ആൻഡ് ദേ ആർ നോട്ട് പ്രോപ്പർലി ഫങ്ഷനിങ്. സോ ഡിസീസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. അപ്പോൾ ഡിസീസസ് 2 കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് ഇൻഫെക്ഷ്യസ്, ഒന്ന് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. നമുക്ക് നോക്കാം. ഇൻഫെക്ഷ്യസ് ഡിസീസസ്, സാംക്രമിക രോഗങ്ങൾ, പകരുന്ന രോഗങ്ങൾ. The diseases which are easily transmitted from one person to the other are called infectious diseases or communicable diseases. Example, AIDS, hepatitis B, etc. These diseases are caused by biological agents called pathogens, രോഗാണുക്കൾ. അതായത് ഒരാളിൽ നിന്ന് അടുത്ത ആൾക്ക് അസുഖം ഈസിയായിട്ട് എളുപ്പത്തിൽ പകർന്നു പോവുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എളുപ്പം അടുത്ത ആൾക്ക് സ്പ്രെഡ് ചെയ്ത് പോകും. എക്സാമ്പിൾ ഏതാ? എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പം ഇങ്ങനത്തെ ഇൻഫെക്ഷ്യസ് ഡിസീസസ് കോസ് ചെയ്യണതാരാ? സർട്ടൻ ബയോളജിക്കൽ ഏജൻസ് വിച്ച് ആർ കോൾഡ് പാത്തജൻസ്, ദ ഡിസീസ് കോസേറ്റീവ് ഏജൻസ്. അവരെ പറയുന്ന രോഗാണുക്കൾ. So pathogens or രോഗാണുക്കൾ are organisms which cause diseases. ഇപ്പോൾ ഡിസീസ്, അസുഖമുണ്ടാക്കുന്ന ജീവികൾ, they are pathogens. Example, viruses, bacteria, protozoans, fungi, helminthes, etc. Then what are non-infectious diseases? പകരാത്ത രോഗങ്ങൾ. The diseases which are not transmitted from one person to the other by contact or any other way are called non-infectious diseases or non-communicable diseases. They occur due to hereditary factors, deficiencies, habits, etc. അപ്പോൾ ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ദാറ്റ് ഈസ് കോണ്ടാക്ട് വഴിയോ അല്ലാതെയോ സ്പ്രെഡ് ചെയ്യുന്നില്ല എങ്കിൽ, they are called non-infectious diseases or non-communicable diseases. അപ്പോൾ ഈ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ് എങ്ങനെയാണ് വരിക? ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ ജനറ്റിക് ഡിസോർഡേഴ്സ് ആവാം, ത്രൂ ഹെറിഡിറ്റി അത് വന്നതായിരിക്കാം. ഡെഫിഷ്യൻസീസ്, ദാറ്റ് ഈസ് പാകത്തിന് ആഹാരം കഴിക്കാത്തതുകൊണ്ട്, കറക്റ്റ് ന്യൂട്രിയൻറ്റ് ഫിൽഡ് ഡയറ്റ് ഇല്ല, പ്രോട്ടീൻ ഡെഫിഷ്യൻസി, വിറ്റമിൻ ഡെഫിഷ്യൻസി എല്ലാം ഉണ്ട്. ദെൻ ഹാബിറ്റ്സ്, ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഡ്രഗ് അഡിക്ഷൻ, എക്സെട്ര. അപ്പോൾ ഈ രീതിയിലൊക്കെ, പിന്നെ ലൈഫ് സ്റ്റൈൽ, അതും ഒരു കാറ്റഗറിയാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അപ്പോൾ ഇതെല്ലാമാണ് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഫോർ എക്സാമ്പിൾ, ക്യാൻസർ, ഡയബറ്റിസ്, എക്സെട്ര. ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് എഫക്റ്റ് ഓർ ഹെൽത്ത് അഡ്വേഴ്സ്ലി. എല്ലാവർക്കും അറിയാം അല്ലേ? ഡ്രഗ്സും ആൽക്കഹോളിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിനെ നല്ലതുപോലെ എഫക്റ്റ് ചെയ്യും, അഡ്വേഴ്സ്ലി. ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഇത് മുമ്പത്തേക്ക് കൊല്ലങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ്, 2 മാർക്കിൻ്റെ ചോദ്യം. ഇപ്പോൾ നോക്കാം. ഇൻഫെക്ഷ്യസ് ഡിസീസസ്, പകരുന്ന രോഗങ്ങൾ. വാട്ട് ആർ ദി? These are easily transmitted from one person to the other, caused by pathogens. Public health and domestic hygiene can reduce the probability of disease. Example, AIDS, hepatitis B, etc. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ബോക്സിലാക്കി ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് കുറച്ചുകൂടി എക്സാമ്പിൾസ് ഉണ്ട്, നോക്കാം. ഗോയിറ്റർ, ആർത്രൈറ്റിസ്, ഗ്യാസ്ട്രിക് അൾസർ, ആസ്മ, ഹേ ഫീവർ.
അപ്പോൾ ഇതിലൊരു പോയിന്റ് പറയാനുള്ളത് ഇൻഫെക്ഷ്യസ് ഡിസീസസ്, അത് പബ്ലിക് ഹെൽത്തും ഡൊമസ്റ്റിക് ഹൈജീനും കൂട്ടിയാൽ തന്നെ ഈ ഡിസീസ് സ്പ്രെഡ് കുറയ്ക്കാം എന്നാണ് പറയുന്നത്. ദറ്റ് ഈസ് നമ്മുടെ സറൗണ്ടിങ്സും പേഴ്സണൽ ഹൈജീനും കൂട്ടുക ടു ഇൻക്രീസ് അവർ ഗുഡ് ഹാബിറ്റ്സ്, ടു ഇൻക്രീസ് അവർ ക്ലെൻലിനെസ്, അതാണ് ഉദ്ദേശിച്ചത്. നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ് പക്ഷേ നമ്മൾ ചുറ്റുപാട് വൃത്തിയാക്കിയാലും ഇനി നമ്മൾ ഡെയിലി കുളിച്ച് വൃത്തിയാക്കിയാലും അത് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസിൻ്റെ സ്പ്രെഡിനെ എഫക്റ്റ് ചെയ്യില്ല, ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യില്ല, കൂട്ടൂല കുറയ്ക്കില്ല. ഇറ്റ് ഈസ് ഓൺ ഇറ്റ് സൈഡ്. അപ്പോൾ ഇത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ കംസ് കോമൺ ഡിസീസസ് ആൻഡ് ഹ്യൂമൻസ്, മനുഷ്യരിൽ കാണുന്ന സാധാരണ രോഗങ്ങൾ. അപ്പോൾ നോക്കാം. ദ ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ആർ കോൾഡ് പാത്തജൻസ്, രോഗാണുക്കൾ. നമ്മളത് നേരത്തെ പറഞ്ഞു. പാത്തജൻസിൻ്റെ എക്സാമ്പിൾസും നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്ത്. വൈറസസ്, ബാക്ടീരിയ, പ്രോട്ടോസോൺസ്, ഫംഗൈ, ഹെൽമെന്തസ് എക്സെട്ര. ഓൾ പാരസൈറ്റ്സ്, പരജീവികൾ. That is, parasites means which depend upon host are therefore pathogens as they cause harm to the host by living in or on them. ഇപ്പോൾ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പാരസൈറ്റ്സ് ആർ ഓൾസോ പാത്തജൻസ്. കാരണം ഈ പാരസൈറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോഴും ആ ഹോസ്റ്റിനെ ഹാം ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഹോസ്റ്റിൻ്റെ പുറത്തിരുന്നിട്ടോ അല്ലെങ്കിൽ ഹോസ്റ്റിൻ്റെ ശരീരത്തിനകത്തിരുന്നിട്ടോ ആ ഹോസ്റ്റിനെ പതുക്കെ പതുക്കെ കൺസ്യൂം ചെയ്ത് ആ ഒരു ഹോസ്റ്റിനെ ഇല്ലാതാക്കുകയാണ്. ആൻഡ് ദേ ആർ കോൾഡ് പാരസൈറ്റ്സ്. അപ്പോൾ പാത്തജൻസ് എൻ്റർ അവർ ബോഡി ബൈ വേരിയസ് മീൻസ്. ഇപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ഈ പാത്തജൻസ് എങ്ങനെ കയറണത്? ഡയറക്റ്റ് കോണ്ടാക്ട്, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ എക്സെട്ര. ഇപ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട് നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയോ. ദെൻ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ നമ്മൾ സ്നീസ് ചെയ്യുമ്പോഴോ കഫ് ചെയ്യുമ്പോഴോ. ദെൻ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ദറ്റ് ഈസ് ശരിയായ രീതിയിൽ കുക്ക് ചെയ്യാത്ത വെള്ളം, ശരിയായ രീതിയിൽ ബോയിൽ ചെയ്യാത്ത വാട്ടർ കുടിച്ചിട്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ പാത്തജൻസ് നമ്മുടെ ബോഡി അറ്റാക്ക് ചെയ്യും. ദേ എൻറ്റർ, ദേ എഫക്റ്റ്, ദേ ഇൻഫെക്റ്റ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ മൈക്രോബ്സ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യും നമ്മുടെ ശരീരത്തിനകത്ത് കയറി കഴിയും. പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ വളരെ സ്പീഡിലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ബോഡി സെൽസിനെയൊക്കെ അറ്റാക്ക് ചെയ്യും. ആദ്യം നമ്മുടെ ഇമ്മ്യൂണിറ്റി സെൽസിനെ അറ്റാക്ക് ചെയ്യും. ദറ്റ് ഈസ് WBCs, ലിംഫോസൈറ്റ്. നമ്മൾ +1 പഠിച്ച എല്ലാതരം സെൽസ്, ന്യൂട്രോഫിൽസ്, WBCs, മോണോസൈറ്റ്സ്, ലിംഫോസൈറ്റ്സ്, ല്യൂക്കോസൈറ്റ്സ് ഒക്കെ നമ്മൾ കുറേ പഠിച്ചു. അപ്പോൾ ഈ സെൽസിനെയൊക്കെ അത് ഇമ്മ്യൂണിറ്റി സെൽസിനെ ഫസ്റ്റ് അറ്റാക്ക് ചെയ്യാം. നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറച്ച ശേഷം പിന്നെ അത് ഹോളായിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ നോർമൽ ബോഡി ആക്ടിവിറ്റീസിനെ അത് ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങും, റിസൾട്ടിങ് ഇൻ മോർഫോളജിക്കൽ ആൻഡ് ഫങ്ഷണൽ ഡിസോർഡേഴ്സ്. അങ്ങനെ നമ്മുടെ ബോഡി ഫങ്ഷൻസിനെയൊക്കെ അത് ഇൻ്റർഫിയർ ചെയ്ത് ആൻഡ് ആ ആക്ടിവിറ്റി അതിൻ്റെ ആ പേസ് കുറയ്ക്കും, എഫക്റ്റിവിറ്റി കുറയ്ക്കും. Most of the pathogens have several adaptations to live within the environment of host body. ഇപ്പോൾ പല പാത്തജൻസും ഹോസ്റ്റിൻ്റെ ബോഡിയുടെ പുറത്തും അകത്തും ഇരിക്കാനുള്ള കപ്പാസിറ്റി തീർച്ചയായിട്ടും കാണിക്കുന്നുണ്ട്. മിക്ക പാത്തജൻസിനും അങ്ങനെ ഒരു കഴിവുണ്ട്. For example, the pathogens of gastrointestinal tract, the gut, have capacity to survive acidic pH of stomach and to resist the hydrolytic activity of various digestive enzymes. Example, roundworm, Ascaris lumbricoides, Vera, that live in human intestine have some parasitic adaptations such as thick cuticle to prevent the enzymatic activity of the host. അപ്പം നമ്മളിതും +1 പഠിച്ച കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് റൗണ്ട് വേംസ്, ഫ്ലാറ്റ് വേംസ്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചു റൗണ്ട് വേംസ്, എക്ടോ പാരസൈറ്റ്സ് ഉണ്ട്, എൻഡോ പാരസൈറ്റ്സ് ഉണ്ട്. ഈ എൻഡോ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? തിക്ക് ക്യൂട്ടിക്കിൾ, അനറോബിക് റെസ്പിറേഷൻ, സക്കേഴ്സ്. പിന്നെ ഇതിന് സ്പെഷ്യലായിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റമോ സർക്കുലേറ്ററി സിസ്റ്റമോ ഇല്ല. അപ്പോൾ ഇതൊക്കെ എൻഡോ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ആണ്. കാരണം ഇവരൊരിക്കൽ ഹോസ്റ്റിൻ്റെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അവർക്ക് ഡയറക്റ്റായിട്ട് ബ്ലഡ് സക്ക് ചെയ്ത് റെഡിമെയ്ഡ് എല്ലാ ന്യൂട്രിയൻസുള്ള ബ്ലഡ് അവരിങ്ങനെ സക്ക് ചെയ്ത് അവർ ജീവിച്ചു പോയിക്കോളും. ഈ വേംസിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? സ്റ്റൊമക്കിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ആക്ടിവിറ്റി അവർക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല, ഇതിനെ എഫക്റ്റ് ചെയ്യില്ല, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് തിക്ക് ക്യൂട്ടിക്കിൾ.
അതുകൊണ്ടാണ് ഇവർ എത്ര ഹൈ ടെമ്പറേച്ചേഴ്സിൽ ഈ മീറ്റൊക്കെ ബോയിൽ ചെയ്താലും ഈ വേംസ് ഒന്നും ചാവില്ല, ഇവർ സർവൈവ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് മിക്ക പാത്തജൻസും ഹോസ്റ്റിൻ്റെ ബോഡിയിൽ അവർ അഡാപ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്നത്. അതിലൊരു എക്സാമ്പിളാണ് പറയുന്നത് റൗണ്ട് വേമിൻ്റെ ആസ്കാരസ് ലുംബ്രിക്കോയിഡ്സ്, മലയാളത്തിലെ വിര എന്ന് പറയും. ഡിപ്പെൻഡിങ് ഓൺ ദ പാത്തജൻ. അപ്പോൾ ഇത് പറയാറുള്ളത് വിര കളയാൻ, ദാറ്റ് ഈസ് 6 മാസം കൂടുമ്പോൾ വേം ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അതാണ്. ഈ വേം ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത പക്ഷം വിശപ്പില്ലായ്മ, അനീമിക് ആയിട്ടുള്ള കണ്ടീഷൻ, ഇതൊക്കെയാണ് ഉണ്ടാവുക. വീക്കാവുക, ക്ഷീണം. സോ ഡിപ്പെൻഡിങ് ഓൺ ദ പാത്തജൻ, ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആർ ഓഫ് വേരിയസ് ടൈപ്സ്. അപ്പോൾ ഈ പാത്തജൻസിനനുസരിച്ച് ഇൻഫെക്ഷൻസ് തന്നെ പലതരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പകരുന്ന രോഗങ്ങൾ 5 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലോ ചാർട്ടും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നന്നായി എഴുതി പഠിക്കുക. ഇൻഫെക്ഷ്യസ് ഡിസീസസ് പകരുന്ന രോഗങ്ങൾ, വൈറൽ ഡിസീസസ് എക്സാമ്പിൾ കോമൺ കോൾഡ്, പോളിയോ, മീസൽസ് എക്സെട്ര. ബാക്ടീരിയൽ ഡിസീസസ് ടൈഫോയിഡ്, ന്യൂമോണിയ, പ്ലേഗ്, ടെറ്റനസ്, dysentery, diphtheria. Then protozoan diseases, malaria, amoebiasis, helminthic diseases, ascariasis, filariasis, fungal diseases, ringworm. അപ്പോൾ ഇതിൽ പറഞ്ഞ് ഓരോ കാറ്റഗറിയിലും 2-3 എക്സാമ്പിൾസാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം.